ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. ഭൂമിയുടെ സംസ്കരണം കഴിഞ്ഞിരിക്കെ ഇനി അതിൽ നാശമുണ്ടാക്കാതിരിക്കുവിൻ. ഭയത്തോടും പ്രതീക്ഷയോടും കൂടി അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുവിൻ. നിശ്ചയം ദൈവാനുഗ്രഹം നന്മ ചെയ്യുന്നവരോട് അടുത്താകുന്നു. ഭൂമിയിലെ വ്യവസ്ഥ താറുമാറാക്കരുത്. അല്ലാഹുവിന് അടിമപ്പെട്ട് ജീവിതം നയിക്കുക എന്ന ശരിയായ നയവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കുക, എന്നിട്ട് മനുഷ്യൻ തന്റെയോ മറ്റുള്ളവരുടെയോ അടിമയായി വർത്തിക്കുക, അല്ലാഹുവിന്റെ നിർദ്ദേശം കൈയൊഴിക്കുക, തുടർന്ന് മറ്റു വല്ലവരുടെയും മാർഗനിർദ്ദേശമനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട നിയമങ്ങളുടെയും തത്വങ്ങളുടെയും അടിത്തറമേൽ തന്റെ സദാചാര സാമൂഹിക നാഗരിക ജീവിതത്തെ കെട്ടിപ്പടുക്കുക. ഇതാണ് ഖുർആന്റെ ദൃഷ്ടിയിൽ നാശത്തിന്റെ നാരായ വേര്. ഇതിൽ നിന്നാണ് ഭൂമിയുടെ വ്യവസ്ഥയിൽ കുഴപ്പത്തിന്റെ നാനാരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ഈ നാശത്തെ തടയുകയാണ് ഖുർആന്റെ ഉദ്ദേശ്യം. ഇതോടൊപ്പം ഖുർആൻ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ ഉണർത്തുന്നു. നാശമോ തകരാറോ അല്ല ഭൂമിയുടെ വ്യവസ്ഥയിൽ അടിസ്ഥാനപരമായിട്ടുള്ളത്. നന്മ പിന്നീട് താൽക്കാലികമായി വന്നു ചേർന്നതുമല്ല, മറിച്ച് നന്മയാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. മനുഷ്യന്റെ അജ്ഞതയും ധിക്കാരവും കൊണ്ട് മാത്രം പിന്നീടുണ്ടായതാണ് തിന്മ. മറ്റൊരു വിധം പറഞ്ഞാൽ അജ്ഞത, കാടത്തം, ബഹുദൈവത്വം, ദൈവധിക്കാരം, ധാർമ്മിക അരാജകത്വം എന്നിവയിലല്ല ഭൂമുഖത്ത് മനുഷ്യജീവിതം ആരംഭിച്ചിട്ടുള്ളത്. ആ തിന്മകൾ ദൂരീകരിക്കാനായി ക്രമേണ സംസ്കരണ സംരംഭങ്ങൾ നടത്തപ്പെട്ടുവെന്നതുമല്ല ശരി. വാസ്തവത്തിൽ നന്മയിലാണ് മനുഷ്യജീവിതത്തിന് ആരംഭം കുറിക്കപ്പെട്ടത്. കാലാന്തരത്തിൽ വഴിതെറ്റിപ്പോയ മനുഷ്യർ തങ്ങളുടെ വിഡ്ഢിത്തങ്ങളും തോന്യാസങ്ങളും കൊണ്ട് ആ നന്മയുടെ വ്യവസ്ഥയെ താറുമാറാക്കുകയാണുണ്ടായത്. ഈ തിന്മയെ തുടച്ചു നീക്കാനും ശരിയായ ജീവിത വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനുമായി അല്ലാഹു കാലാകാലങ്ങളിൽ തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. നന്മയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട ഭൂലോക വ്യവസ്ഥയിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കുക എന്ന പ്രബോധനമാണ് എല്ലാ കാലത്തും അവർ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഈ വിഷയകമായി ഖുർആന്റെ വീക്ഷണഗതിയും അബദ്ധജടിലമായ പരിണാമസങ്കല്പത്തിൽ നിലകൊള്ളുന്നവരുടെ വീക്ഷണഗതിയും ഭിന്നമാണ്. അവരുടെ സിദ്ധാന്തപ്രകാരം മനുഷ്യൻ അന്ധകാരത്തിൽ നിന്ന് ക്രമേണ പ്രകാശത്തിലേക്ക് വരികയാണുണ്ടായത്. സംഹാരത്തിൽ ആരംഭിച്ച അവന്റെ ജീവിതം പതുക്കെ പതുക്കെ നിർമ്മാണത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ പ്രക്രിയ ഇപ്പോഴും തുടരുന്നുവെന്നാണ് അവർ പറയുന്നത്. നേരെമറിച്ച് ഖുർആന്റെ വാദം ഇതാകുന്നു: തികഞ്ഞ പ്രകാശത്തിൽ തന്നെയാണ് മനുഷ്യനെ അല്ലാഹു ഭൂമിയിൽ അധിവസിപ്പിച്ചത്. അവന്റെ ജീവിതം ഒരു ഉത്തമ വ്യവസ്ഥയിൽ ആരംഭിച്ചു. അനന്തരം പൈശാചിക ദുർബോധനങ്ങൾ കടിമപ്പെട്ട് മനുഷ്യൻ പലപ്പോഴും അന്ധകാരത്തിൽ ചെന്നുപെട്ട് ആ നല്ല വ്യവസ്ഥയെ അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവനെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിക്കാനും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമാണ് അല്ലാഹു അവന്റെ ദൂതന്മാരെ അടിക്കടി അയച്ചുകൊണ്ടിരുന്നത്. സൂക്തത്തിൽ ഫസാദ് അഥവാ നാശമെന്നു പറഞ്ഞത് എന്തിനെയാണെന്ന് അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുവിൻ എന്ന വാക്യം കൂടുതൽ വ്യക്തമാക്കുന്നു. ഏകദൈവത്തെ വിട്ട് മറ്റാരെയെങ്കിലും രക്ഷാധികാരിയും കൈകാര്യകർത്താവും സംരക്ഷകനും സഹകാരിയുമായി സ്വീകരിച്ച് അവരോട് സഹായത്തിനും തുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണത്. മനുഷ്യന്റെ ഈ സഹായാർത്ഥന വീണ്ടും ഏകനായ അല്ലാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്നതത്രേ സംസ്കരണം. ഭയത്തോടും പ്രതീക്ഷയോടും കൂടി പ്രാർത്ഥിക്കുക എന്നതിന്റെ ഉദ്ദേശ്യം ഇതത്രേ. നിങ്ങൾ ഭയപ്പെടുന്നത് അല്ലാഹുവിനെ മാത്രമായിരിക്കണം. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ബന്ധപ്പെടുത്തുന്നതും അവനോട് മാത്രമായിരിക്കണം. നിങ്ങളുടെ ഭാഗധേയം അവന്റെ കടാക്ഷത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. വിജയ സൗഭാഗ്യങ്ങൾ നേടുന്നത് അവന്റെ സഹായം കൊണ്ട് മാത്രമാണ്. ഈ ബോധത്തോടെയാവണം അവനെ പ്രാർത്ഥിക്കുന്നത്. ആ സഹായം എവിടെ എപ്പോൾ തടയപ്പെട്ടാലും സൃഷ്ടികൾക്ക് പരാജയവും നാശവുമല്ലാതെ മറ്റൊരു ഗതിയുമുണ്ടാവുന്നതല്ല. وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا سقناه لبلد ميت
فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون. തന്റെ അനുഗ്രഹത്തിന്റെ മുന്നോടിയായി സുവാർത്തയേകുന്ന കാറ്റുകൾ അയക്കുന്നതും ആ അല്ലാഹു തന്നെയാകുന്നു. അത് ജലവാഹികളായ മേഘങ്ങളെ ഉയർത്തിയാൽ നാം അതിനെ തരിശായ ഭൂമിയിലേക്ക് നയിക്കുകയും അവിടെ മഴ വർഷിക്കുകയും ആ തരിശു ഭൂമിയിൽ നിന്ന് പല പല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കുക, ഇவ்விധമാകുന്നു മരിച്ചവരെ നാം മൃതാവസ്ഥയിൽ നിന്ന് പുനരുദ്ധരിക്കുന്നത്. ഈ കാഴ്ചയിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചെങ്കിൽ. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون. നല്ല ഭൂമി അതിന്റെ റബ്ബിന്റെ ഹിതത്താൽ ഉത്തമ ഫലങ്ങൾ വിളയിക്കുന്നു. കെട്ട ഭൂമിയോ മോശപ്പെട്ട വിളവുകൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. നന്ദിയുള്ള ജനത്തിനു വേണ്ടി നാം ദൃഷ്ടാന്തങ്ങളെ ഈ രീതിയിൽ ആവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. സൂക്ഷ്മമായ ഒരു ആശയമാണിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഇവിടത്തെ അടിസ്ഥാന വിഷയം മനസ്സിലാക്കാൻ പ്രസ്തുത ആശയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം. മഴയുടെയും അതിനെ തുടർന്നുള്ള അനുഗ്രഹങ്ങളുടെയും പരാമർശം കൊണ്ട് അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ ചൂണ്ടിക്കാണിക്കലും മരണാനന്തര ജീവിതത്തിന്റെ സമർത്ഥനവുമല്ല പ്രധാന ഉദ്ദേശ്യം. മറിച്ച് പ്രവാചക ദൗത്യത്തിന്റെയും അതിന്റെ അനുഗ്രഹങ്ങളുടെയും അതുവഴി നല്ലതും ചീത്തയും വ്യക്തമായി വേർതിരിയുന്നതിന്റെയും ചിത്രമാണ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. പ്രവാചകന്റെ ആഗമനത്തെയും ദൈവിക ശിക്ഷണങ്ങളുടെ അവതരണത്തെയും മഴക്കാറ്റുകളുടെ നീക്കത്തോടും അതുമൂലം കാർമുകിൽ കനത്തു തൂങ്ങി മഴ വർഷിക്കുന്നതിനോടും ഉപമിച്ചിരിക്കുന്നു. വരണ്ടുണങ്ങിയ ഭൂമി കാലവർഷത്താൽ പെട്ടെന്നുയർത്തെഴുന്നേൽക്കുന്നതും ഭൂഗർഭത്തിൽ നിന്ന് ജീവന്റെ ഖജനാവുകൾ ബഹിർഗമിക്കുന്നതും നാം കാണുന്നുവല്ലോ. നിർജീവാവസ്ഥയിൽ കിടന്ന മാനവികത പ്രവാചകന്റെ ശിക്ഷണശീലങ്ങളും മാർഗനിർദ്ദേശങ്ങളും വഴി പൊടുന്നനെ ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ ചുറ്റും നന്മയുടെ പൊൻപ്രഭ പ്രസരിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥാവിശേഷത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. വരണ്ട് നിർജീവമായി കിടക്കുന്ന ഭൂമി യഥാർത്ഥത്തിൽ ഫലഭൂയിഷ്ഠമാണെങ്കിൽ മാത്രമേ മഴയാകുന്ന അനുഗ്രഹം പ്രയോജനപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ ഭൂമിയിൽ നല്ലവരും മാർഗദർശനം ലഭിക്കാത്തതുകൊണ്ട് മാത്രം നന്മകൾ പുറത്തുവരാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവരുമായ ധാരാളം മനുഷ്യരുണ്ട്. അവർക്ക് മാത്രമേ പ്രവാചക ദൗത്യത്തിന്റെ അനുഗ്രഹജലം പ്രയോജനപ്പെടുകയുള്ളൂ. നീചരും ദുഷ്ടരുമായ മനുഷ്യരാകട്ടെ മരുഭൂമിയെപ്പോലെയാണ്. മഴ കൊണ്ട് ഒരു പ്രയോജനവും അതിന് ലഭിക്കുന്നില്ല. അന്തർഭാഗത്ത് ഒളിഞ്ഞുകിടന്ന വിഷച്ചെടികളെയും പാഴ്ചെടികളെയും മുളപ്പിക്കുന്നുവെന്ന് മാത്രം. അതുപോലെ പ്രവാചകന്റെ ആഗമനം കൊണ്ട് ചീത്ത മനുഷ്യർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരിൽ അമർന്നു കിടന്ന എല്ലാ ദുഷ്ടതകളും മാലിന്യങ്ങളും പൂർണ്ണ ശക്തിയോടെ പുറത്തുവരികയും ചെയ്യും. ഈ ഉപമയെ തുടർന്ന് പല ഖണ്ഡികകളിലായി ഉദ്ധരിച്ച ചരിത്ര സാക്ഷ്യങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് ഇതാണ്: ഏത് കാലത്തും പ്രവാചകന്മാരുടെ വരവിന് ശേഷം മനുഷ്യ സമൂഹം രണ്ട് വിഭാഗമായി തരംതിരിഞ്ഞിട്ടുണ്ട്. പ്രവാചക ദൗത്യത്തിന്റെ അനുഗ്രഹത്താൽ വളരുകയും മികച്ച ഫലങ്ങൾ നൽകുകയും ചെയ്ത ഒരു ഉത്തമ വിഭാഗം, ഉരക്കല്ലിൽ പരിശോധിക്കുമ്പോൾ തന്നെ മായം വെളിപ്പെടുന്ന ചീത്ത വിഭാഗമാണ് മറ്റൊന്ന്. അവസാനം അവർ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കീടങ്ങളെന്ന പോലെ വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നു. لقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره فقال يا قوم اعبدوا الله ما لكم من إله غيره إني أخاف عليكم عذاب يوم عظيم. നൂഹിനെ നാം തന്റെ ജനത്തിലേക്ക് അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ദൈവമില്ല തന്നെ. നിങ്ങൾ ഒരു ഭീകരനാളിന്റെ ദണ്ഡനത്തിനിരയാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു.
നൂഹിന്റെയും അദ്ദേഹത്തിന്റെ ജനതയുടെയും കഥ മുതലാണ് ഈ ചരിത്രപാഠം ആരംഭിക്കുന്നത്. ആദം സ്വന്തം മക്കളിൽ വിട്ടേച്ചു പോയ ഉത്തമ ജീവിത വ്യവസ്ഥിതി ആദ്യമായി വികൃതമായത് നൂഹ് നബിയുടെ കാലത്തായിരുന്നു. അത് ദൂരീകരിക്കുന്നതിനായി അള്ളാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇന്ന് ഇറാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്തായിരുന്നു നൂഹിന്റെ സമുദായം ജീവിച്ചിരുന്നത്. ഖുർആന്റെ സൂചനകളിൽ നിന്നും ബൈബിളിന്റെ പ്രസ്താവനകളിൽ നിന്നും ഈ സംഗതി തെളിയുന്നുണ്ട്. ബാബിലോണിയയിലെ പുരാവസ്തുക്കളിൽ നിന്ന് ലഭിച്ച ബൈബിളിനേക്കാൾ പുരാതനമായ ചില ലിഖിതങ്ങളിൽ നിന്നും അത് സ്ഥിരീകരിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആനിലും തൗറാത്തിലും പ്രതിപാദിക്കപ്പെട്ട സംഭവത്തോട് ഏകദേശ സാമ്യതയുള്ള ഒരു കഥ ആ ലിഖിതങ്ങളിലും വന്നിട്ടുണ്ട്. സംഭവസ്ഥലം മൗസിലിന്റെ പരിസര പ്രദേശങ്ങളായിരുന്നുവെന്നും അതിൽ പറയുന്നു. പുരാതന കാലം മുതൽ കുർദിസ്ഥാനിലും അർമീനിയയിലും തലമുറ തലമുറയായി കൈമാറി വരുന്ന ഐതിഹ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഇതാണ്. മഹാപ്രളയത്തിനു ശേഷം നോഹയുടെ പേടകം ഈ പ്രദേശത്തെവിടെയോ ആണ് തങ്ങിക്കിടന്നത്. മൗസിലിന്റെ വടക്കുവശം ഇബ്നു ഉമർ ദ്വീപിന്റെ അയൽപ്പക്കത്തും അർമീനിയ അതിർത്തിയിലുള്ള അറാറാത്ത് മലയുടെ സമീപങ്ങളിലും നോഹയുടെ പല ചിഹ്നങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. നഖ്ഷീവൻ എന്ന പട്ടണത്തിന് അടിത്തറ പാകിയത് നൂഹ് അലൈഹിസ്സലാമാണെന്ന വിശ്വാസം പട്ടണവാസികളിൽ ഇന്നും പ്രസിദ്ധമാണ്. നൂഹ് നബിയുടെ കാലത്തുണ്ടായ സംഭവത്തോട് ഏറെക്കുറെ സാദൃശ്യമുള്ള ഐതിഹ്യങ്ങൾ ഗ്രീക്ക്, ഈജിപ്ത്, ഇന്ത്യ, ചീന മുതലായ രാജ്യങ്ങളുടെ പുരാതന സാഹിത്യങ്ങളിലും പ്രതിപാദിച്ചു കാണാം. ബർമ്മ, മലയ, പൂർവേന്ത്യൻ ദ്വീപുകൾ, ഓസ്ട്രേലിയ, ന്യൂ ഗിനി എന്നിവിടങ്ങളിലും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വിവിധ ഭാഗങ്ങളിലും ഇത്തരം ഇതിഹാസ കഥകൾ പുരാതന കാലം മുതൽ കേട്ടുവരുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന വസ്തുത ഇതാണ്: ആദം സന്തതികളെല്ലാം ഏതോ ഒരൊറ്റ പ്രദേശത്ത് താമസിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് പുറപ്പെട്ട് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു. അക്കാരണത്താലാണ് എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉൽപ്പത്തി ചരിത്രം ഒരു മഹാപ്രളയത്തിന്റെ സൂചന നൽകുന്നത്. കാലാന്തരത്തിൽ സംഭവത്തിന്റെ വിശദാംശങ്ങൾ വിസ്മരിക്കപ്പെടുകയും സാക്ഷാൽ സംഭവത്തിന്മേൽ ഓരോരുത്തരുടെയും ഭാവനകൾ നിറം പിടിപ്പിച്ച കഥകൾ തുന്നിച്ചേർക്കുകയും ചെയ്തു. ഖുർആനിൽ ഇവിടെയും മറ്റു പലയിടങ്ങളിലും വിവരിച്ചതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നതുപോലെ നൂഹിന്റെ ജനത നാസ്തികരായിരുന്നില്ല, ദൈവത്തെക്കുറിച്ച് അജ്ഞരുമായിരുന്നില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനെയും അവർ നിഷേധിച്ചിരുന്നില്ല. വാസ്തവത്തിൽ അവർ ശിർക്കാകുന്ന മാർഗഭ്രംശത്തിൽ പെട്ടുപോയവരായിരുന്നു. അതായത് അള്ളാഹു അല്ലാത്ത ചിലരെ കൂടി ആരാധനക്കർഹരായും ദിവ്യത്വത്തിൽ പങ്കാളികളായും അവർ കൽപ്പിച്ചിരുന്നു. ഈ മൗലിക മാർഗഭ്രംശത്തിൽ നിന്നാണ് മറ്റ് നിരവധി ദൂഷ്യങ്ങളും മാലിന്യങ്ങളും അവരിൽ ഉടലെടുത്തത്. ദിവ്യത്വത്തിൽ പങ്കാളികളാക്കപ്പെട്ട സ്വയം നിർമ്മിച്ച ദൈവങ്ങൾക്ക് പ്രാതിനിധ്യം വഹിക്കാനായി സമുദായത്തിൽ ഒരു പ്രത്യേക വർഗം വളർന്നുവന്നു. ഈ പുതിയ വർഗം മതപരവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ അധികാരങ്ങളുടെയും ഉടമകളായിത്തീർന്നു. അവർ മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വവും വർഗവിഭജനവും പടച്ചുവിട്ടു. സാമൂഹിക ജീവിതത്തിൽ അക്രമവും അനീതിയും നാശവും പരത്തി. ധാർമ്മിക കുറ്റകൃത്യങ്ങളാൽ മനുഷ്യത്വത്തിന്റെ അടിവേരറുത്തു. ഈ സന്ദർഭത്തിലാണ് നൂഹ് അലൈഹിസ്സലാം നിയുക്തനായത്. നിലവിലിരുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ അദ്ദേഹം അക്ഷീണം ശ്രമിച്ചു. അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി നീണ്ടകാലം പ്രയത്നം തുടർന്നു. പക്ഷേ ഒരു പരിഷ്കരണ സംരംഭവും ഫലപ്പെടാത്ത വിധം സമുദായ നായകന്മാർ പാമരജനത്തെ തങ്ങളുടെ ചൂഷക വലയത്തിൽ കുടുക്കിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ നൂഹ് അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചു. സത്യനിഷേധികളിൽ ഒരുത്തനെപ്പോലും ഇനി ഭൂമിയിൽ ജീവനോടെ അവശേഷിപ്പിക്കരുതേ, കാരണം അവരെ അവശേഷിപ്പിച്ചാൽ നല്ല ജനങ്ങളെക്കൂടി അവർ വഴിപിഴപ്പിക്കും. നന്ദിയില്ലാത്ത ദുഷ്ടന്മാരാണ് അവരുടെ സന്തതികൾ. قال الملأ من قومه إنا لنراك في ضلال مبين. ജനത്തിലെ പ്രമാണിമാർ മറുപടി നൽകി, നീ വ്യക്തമായ വഴികേടിലകപ്പെട്ടതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. قال يا قوم ليس بي ضلالة ولكني رسول من رب العالمين. നൂഹ് പറഞ്ഞു, എന്റെ ജനമേ, ഞാൻ വഴിപിഴച്ചു പോയിട്ടൊന്നുമില്ല, മറിച്ച് ലോകനാഥന്റെ ദൂതനാകുന്നു ഞാൻ.
أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് എന്റെ നാഥന്റെ സന്ദേശങ്ങളാകുന്നു. ഞാൻ നിങ്ങൾക്ക് ഗുണം കാക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പലതും അല്ലാഹുവിങ്കൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട്.